73കാരനാണ് പ്രബീർ. ഇല്ലാത്ത തെളിവുകളുടെ മുകളിൽ ഡൽഹി പോലീസും കേന്ദ്ര ഏജൻസികളും കെട്ടിപ്പൊക്കിയ കഥയുടെ അടിസ്ഥാനത്തിൽ ആജീവനാന്തകാലം അയാളെ ജയിലിലാക്കാൻ UAPA വരെ ചുമത്തുന്നു. പ്രബീറിന്റെ അകാരണമായ അറസ്റ്റിനു ശേഷം ഡൽഹിയിലെ 88 കേന്ദ്രങ്ങളിൽ റെയ്ഡ് നടക്കുന്നു. ന്യൂസ് ക്ലിക്ക് ഓഫീസിൽ നിന്നും സീൽ ചെയ്തിട്ടും എഡിറ്റർ ഇൻ ചീഫ് അടക്കമുള്ള എല്ലാ ജീവനക്കാരുടെയും കയ്യിൽ നിന്നും വർക്ക് ചെയ്യാനുള്ള ഉപകരണങ്ങൾ കൊണ്ടുപോയിട്ടും അവർ മാധ്യമ പ്രവർത്തനം തുടർന്നു. വളരെ കുറഞ്ഞ റിസോഴ്സ് വെച്ച് കമ്പ്യൂട്ടറുകൾ പരസ്പരം ഷെയർ ചെയ്ത് ജീവനക്കാർ ഇപ്പോഴും പണിയെടുക്കുന്നു. ഇതിനെല്ലാം പ്രബീറിൻ്റെ സാന്നിധ്യവും അസാന്നിധ്യവും ഒരേപോലെ കരുത്തു പകർന്നിട്ടുണ്ടെന്ന് സഹപ്രവർത്തകർ പറയുന്നു. രാജ്യത്തെ മുതിർന്ന മാധ്യമ പ്രവർത്തകൻ എന്നതിനപ്പുറം ഈ പ്രായത്തിലും ഇടതടവില്ലാതെ വേട്ടയാടപ്പെടാൻ ആരാണ് പ്രബീർ? എന്താണ് അയാളുടെ ഭൂതകാലം? മോദി കാലത്ത് ആരംഭിച്ച വിമതത്വമല്ല പ്രബീറിൻ്റേത്. 48 വർഷങ്ങൾ പിന്നിലേക്ക് പോയാൽ അവിടെയും ഭരണകൂട ഭീകരത വേട്ടയാടിയ SFI പ്രവർത്തകനായിരുന്ന പ്രബീറിനെ കാണാം. വർഷം 1975 യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസ് യൂണിയൻ അംഗം അശോക് ലത ജെയിനെ പുറത്താക്കിയതിനെ തുടർന്ന് സെപ്റ്റംബർ 25 JNU ക്യാമ്പസിൽ സമരം നടക്കുന്ന സമയം. ക്യാമ്പസിലെ ഗേറ്റ് കടന്നെത്തിയ കാറിലെ 4 പേരിൽ ഒരാൾ പുറത്തിറങ്ങി അരികിലെത്തി വിദ്യാർത്ഥികൾ ഒരാളായിരുന്ന പ്രബീറിനോട് സ്റ്റുഡൻസ് യൂണിയൻ പ്രസിഡന്റ് ദേവി പ്രസാദ് ത്രിപാഠി അല്ലേ എന്ന് ചോദിക്കുന്നു. അല്ലെന്ന് പറഞ്ഞെങ്കിലും അയാളെ വലിച്ചഴിച്ച് കാറിലേക്ക് കൊണ്ടുപോയി. ഒപ്പമുണ്ടായിരുന്നവരുടെ എതിർപ്പ് അവഗണിച്ച് ഡോർ പോലും അടയ്ക്കാതെ കാർ പാഞ്ഞു. അയാളുടെ കാൽ തുറന്ന വാതിലിലൂടെ പുറത്തേക്ക് കിടന്നു. വിദ്യാർത്ഥികൾ പരിഭ്രാന്തരായി. അടിയന്തരാവസ്ഥയുടെ ഇരുളിൽ അന്വേഷണങ്ങൾക്കും പരിമിതികളേറെ ഉണ്ടായിരുന്നു. ആർക്കുമൊന്നും അറിയാനായില്ല. അടിയന്തരാവസ്ഥ പിൻവലിച്ച് 1978 വന്ന റിപ്പോർട്ടിൽ ഒരു പ്രത്യേക കേസായി ഈ ദുരൂഹ അറസ്റ്റുണ്ട്. കാറിലുണ്ടായിരുന്നത് DIG PS ബിന്ദറും സംഘവുമായിരുന്നു. ബിന്ദർ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ മകൻ സഞ്ജയ് ഗാന്ധിയിൽ നിന്നും നേരിട്ട് ഉത്തരവുകൾ സ്വീകരിച്ചിരുന്ന ഉദ്യോഗസ്ഥനാണ്. RK പുരം പോലീസ് സ്റ്റേഷനിലേക്കാണ് പ്രബീറിനെ അന്ന് കൊണ്ടുപോയത്. സഞ്ജയിൻ്റെ ഭാര്യ മേനകാ ഗാന്ധി അന്ന് JNU വിദ്യാർത്ഥിനിയായിരുന്നു. വിദ്യാർത്ഥികൾ സമരം ചെയ്യുമ്പോൾ ക്ലാസ്സിൽ കയറാൻ എത്തിയതിനെ തടഞ്ഞ യൂണിയൻ ചെയർമാൻ ത്രിപാഠിയായിരുന്നു പോലീസിന്റെ ലക്ഷ്യം. ആളുമാറിയാണ് അറസ്റ്റ് ചെയ്തതെന്ന് സഞ്ജയ് ഗാന്ധിയെ അറിയിക്കാൻ ഉദ്യോഗസ്ഥർ ഭയന്നു. അവർ കുറുക്കുവഴി തേടി. പിടിച്ച പ്രബീറിനെ പ്രതിയാക്കാൻ ബിന്ദർ തീരുമാനിച്ചു. രാത്രിയിൽ തന്നെ ലഫ്റ്റനന്റ് ഗവർണർ ഇടപെട്ടു. ജില്ലാ മജിസ്ട്രേറ്റിനെ കൊണ്ട് പ്രബീറിനെതിരെ മെയിൻ്റനൻസ് ഓഫ് ഇന്റേണൽ സെക്യൂരിറ്റി ആക്ട് അഥവാ മിസ വാറന്റ് ഇറക്കി. പ്രബീറിന് മാസ്റ്റേഴ്സ് കോഴ്സിൻ്റെ വൈവയ്ക്കായി ഹാജരാകേണ്ടതിനാൽ പരോൾ ചോദിച്ച് കത്ത് നൽകിയെങ്കിലും തള്ളപ്പെട്ടു. ഡൽഹി ഹൈക്കോടതി കർശനമായി ഇടപെട്ടു. വൈവയ്ക്ക് ഹാജരായി. ഇതിനിടെ തീഹാർ ജയിലിൽ നിന്ന് ആരൊക്കെയോ ജയിൽ ചാടി. ഇതോടെ 1976 മാർച്ചിൽ പ്രബീറിനെ ആഗ്ര ജയിലിലാക്കി. ഇവിടെ 25 ദിവസം ഏകാന്ത തടവിലിട്ടു. പ്രബീറിന്റെ മോചനത്തിനായി ശബ്ദങ്ങൾ നിരവധി ഉയർന്നു. CPIMന്റെ രാജ്യസഭാംഗമായ സമർ മുഖർജി കേന്ദ്രമന്ത്രി ഓം മേത്തയ്ക്ക് കത്തയച്ചു. ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ തടവ് ശിക്ഷ പുനഃപരിശോധിക്കാൻ തയ്യാറായില്ല. CPIM നേതാക്കളും കൂടുതൽ MPമാരും കടുത്ത സമ്മർദ്ദം തുടർന്നു. ഒടുവിൽ 1 കൊല്ലം തികഞ്ഞ ദിവസം, കൃത്യമായി പറഞ്ഞാൽ 1976 സെപ്റ്റംബർ 25 പ്രബീറിനെ വിട്ടയക്കാൻ സർക്കാർ നിർബന്ധിതരായി. ഇതിനെയെല്ലാം തൻ്റെ 25ാം വയസ്സിൽ പതറാതെ നേരിട്ടയാളാണ് പ്രബീർ. ഭരണകൂടത്തെ വിമർശിക്കുന്ന മാധ്യമ സ്ഥാപനങ്ങൾ നിരന്തരം ആക്രമിക്കപ്പെടുന്ന ആധുനിക ഇന്ത്യയിൽ സധൈര്യം മുന്നോട്ട് പോകുന്ന ന്യൂസ് ക്ലിക്കിൻ്റെ സ്ഥാപക എഡിറ്ററായ പ്രബീറിനെ അറസ്റ്റ് ചെയ്യാൻ മോദി സർക്കാരിനും ഡൽഹി പോലീസിനും അവരുടേതായ കാരണങ്ങൾ നിരവധിയാണ്. സാമ്പത്തിക ക്രമക്കേട് ആരോപിച്ച് 2021 സെപ്റ്റംബറിലാണ് പ്രബീറിൻ്റെ വീട് ആദ്യമായി ED റെയ്ഡ് ചെയ്യുന്നത്. അന്നത്തെ ആരോപണങ്ങൾ എങ്ങും എത്തിയതുമില്ല. ന്യൂസ് ക്ലിക്കിൻ്റെ വളരെ ചെറിയ ഓഫീസിൽ പിന്നീട് 113 മണിക്കൂറാണ് ED റെയ്ഡ് നടത്തിയത്. ഭീകര സംഘടനയായ ലഷ്കർ-ഇ-തൊയ്ബയുടെ പ്രവർത്തനങ്ങൾക്ക് ഫണ്ട് സംഘടിപ്പിച്ചു നൽകി ചൈന സർക്കാരിന് അനുകൂലമായ വാർത്തകൾ പ്രചരിപ്പിക്കുന്നതിന് ന്യൂസ് ക്ലിക്കിന് അമേരിക്കൻ കോടീശ്വരൻ നെവിൽ റോയ് സിംഗം സഹായധനം നൽകി. കേന്ദ്ര സർക്കാർ പൗരത്വ ഭേദഗതി ബിൽ പാസാക്കിയതിനെ തുടർന്ന് 2020 ഡൽഹിയിൽ അരങ്ങേറിയ അക്രമങ്ങളെ ആളിക്കത്തിച്ചു. തങ്ങളുടെ റിപ്പോർട്ടർമാർ വഴി ഈ അക്രമികൾക്ക് പണം എത്തിച്ചു നൽകി എന്നീ കാരണങ്ങൾ UAPA വകുപ്പ് ചുമത്തി ഡൽഹി പോലീസിന്റെ സ്പെഷ്യൽ സെൽ സമർപ്പിച്ച 8000 പേജ് വരുന്ന കുറ്റപത്രത്തിലെ ചില കാരണങ്ങളാണ്. രാജ്യത്തെ മുഖ്യധാരാ മാധ്യമങ്ങളെല്ലാം അജണ്ട സെറ്റ് ചെയ്ത് മൗനം പാലിക്കുന്ന ഈ കാലത്ത് കർഷക സമരത്തെക്കുറിച്ച് ഏറ്റവും സമഗ്രമായ കവറേജ് നൽകിയതും ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിലെ ജീവിതാവസ്ഥകൾ എത്രമാത്രം ദുരിതം പേർന്നതാണെന്ന് ജനങ്ങളിലെത്തിച്ചതും പ്രബീറിൻ്റെ ന്യൂസ് ക്ലിക്കാണ്. സ്വകാര്യവൽക്കരണത്തെക്കുറിച്ചും മോദിയും കോർപ്പറേറ്റുകളും തമ്മിലുള്ള ക്രോണിക് ക്യാപിറ്റലിസത്തെക്കുറിച്ചും ഫോറസ്റ്റ് റൈറ്റ് ആക്ട് ദുരുപയോഗം ചെയ്ത് ആദിവാസി ഭൂമി അദാനിയെ പോലുള്ള കോർപ്പറേറ്റുകൾ കയ്യേറ്റം ചെയ്യുന്നതിനെക്കുറിച്ചും ന്യൂസ് ക്ലിക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. റഫാലിൻ്റെ പുറകിലെ അഴിമതിയെക്കുറിച്ചും സയൻറ്റിഫിക്കായ ലേഖനങ്ങളും അവർ പ്രസിദ്ധീകരിച്ചു. 25ാം വയസ്സിലും 73ാം വയസ്സിനും ഇടയിലുള്ള യാത്രയിലുടനീളം അയാൾ വേട്ടയാടപ്പെടുന്നത് ഒറ്റ കാരണത്താലാണ്. ഇടതുപക്ഷമാണ് പ്രബീർ. ഇന്ദിരാഗാന്ധിയുടെ കൊലപാതകത്തിനു ശേഷം ഡൽഹിയിൽ കോൺഗ്രസിൻ്റെയും സംഘപരിവാറിൻ്റെ നേതൃത്വത്തിൽ അരങ്ങേറിയ സിഖ് കൂട്ടക്കൊലയെ ചെറുക്കാൻ നടത്തിയ ശ്രമങ്ങളും ജനകീയ പ്രസ്ഥാനത്തിൻ്റെ രൂപീകരണവും ആണവ കരാറുമായി ബന്ധപ്പെട്ട സംവാദങ്ങളും ഇടതുപക്ഷത്തിൻ്റെ മുന്നറിയിപ്പുമെല്ലാം പ്രബീറിൻ്റെ ആത്മകഥയിൽ പ്രതിപാദിക്കുന്നു.
മഴ പെയ്യുന്നതായി ഒരാളും വരൾച്ചയാണെന്ന് മറ്റൊരാളും പറഞ്ഞാൽ ഇത് രണ്ടും എഴുതുക എന്നതല്ല, പുറത്തേക്കുള്ള ജനൽ തുറന്നു നോക്കി അത് ഉറപ്പാക്കുക എന്നതാണ് മാധ്യമപ്രവർത്തകരുടെ ജോലി എന്നൊരു പ്രസിദ്ധമായ സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. കഴിഞ്ഞ വർഷം ഇറങ്ങിയ സ്കൂപ്പ് എന്ന നെറ്റ്ഫ്ലിക്സ് സീരീസിലെ രണ്ടുപേർ തമ്മിലുള്ള സംഭാഷണത്തിൽ ഇത് കടന്നു വന്നതോടെ ഈ വാചകം വീണ്ടും ചർച്ച ചെയ്യപ്പെട്ടു. ചർച്ചകൾ നടന്ന രാജ്യത്തിൻ്റെ മാധ്യമ സ്വതന്ത്ര സൂചിക പരിശോധിച്ചാൽ റിപ്പോർട്ടേഴ്സ് വിത്തൗട്ട് ബോർഡേഴ്സ് പുറത്തിറക്കിയ 2024 പ്രസ് ഫ്രീഡം ഇൻഡെക്സിൽ 180 രാജ്യങ്ങളിലെ സർവേയിൽ 159ാമതാണ് ഇന്ത്യയുടെ സ്ഥാനം. 900 സ്വകാര്യ ചാനലുകളും 20,000-ഓളം ദിനപത്രങ്ങളുമുള്ള രാജ്യമാണ് ഇന്ത്യ. മാധ്യമങ്ങളുടെ ഉടമസ്ഥാധിപത്യം നിലനിർത്തുന്ന ബിസിനസ് കുടുംബങ്ങളുമായി ബന്ധം സ്ഥാപിച്ചെടുക്കാനും അതുവഴി മാധ്യമങ്ങളെ വരുതിയിൽ കൊണ്ടുവരാനും BJPയും മോദിയും നിരന്തരം ശ്രമിച്ചു വരുന്നുണ്ട്. വഴങ്ങാത്തവരെ കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് വേട്ടയാടും. സുപ്രീം കോടതിയുടെ ജസ്റ്റിസ് BR ഗവായ്, ജസ്റ്റിസ് സന്ദീപ് മേത്ത എന്നിവരുടെ ബെഞ്ച് പ്രബീറിനെ വിട്ടയക്കാൻ ഉത്തരവിടുമ്പോൾ അയാൾക്കൊപ്പമോ അതിനു മുകളിലോ രാജ്യത്തെ ജനാധിപത്യ വിശ്വാസികൾക്ക് ലഭിക്കുന്നത് വിദ്വേഷത്തിനും വർഗീയതയ്ക്കും അഴിമതിക്കുമെതിരെ ഭരണഘടനാ മൂല്യങ്ങളുടെ കരുത്തിൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ പോരാടാനുള്ള ഊർജം കൂടിയാണെന്നത് തീർച്ച. കീപ്പിംഗ് അപ്പ് ദ ഗുഡ് ഫൈറ്റ് എന്നാണ് ലെഫ്റ്റ് വേർഡ് ബുക്സ് പുറത്തിറക്കിയ പ്രബീറിൻ്റെ ആത്മഹത്യയുടെ പേര്. ഇതിൻ്റെ മലയാള പരിഭാഷ പോരാട്ടം തുടരുക എന്നാണ് അർത്ഥം വരുന്നത്. അതുതന്നെയാണ് ജീവിത സമരത്തിലൂടെ പ്രബീർ നടപ്പാക്കുന്നത്.